ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു എസ് ഓൺലൈൻ ട്യൂഷൻ. അപ്പോൾ ഇത് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് SLC ബയോളജി ചാപ്റ്റർ 2 ഇതാണ്. പാർട്സ് ഓഫ് എവല്യൂഷൻ എന്നുള്ള ചാപ്റ്ററിലെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ചാപ്റ്റർ 2 സീരീസ് ആണ്. അപ്പോൾ ഏതൊക്കെ ടോപ്പിക്കുകളാണ് നിങ്ങൾക്ക് മെയിനായിട്ട് വേണ്ടതെന്നുള്ളത് പറഞ്ഞാൽ മതി, നമുക്ക് ചെയ്യാം. അതേപോലെ തന്നെ ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക. കൂടുതൽ ഇതുപോലുള്ള വീഡിയോസിനായി എന്ത് ചെയ്യുക, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ നോക്കുന്നില്ല, പകരം ഷോർട്ടാക്കി നോക്കുന്നുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി, ഉറപ്പായിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇനി ഓണം എക്സാമിന് വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ. അപ്പോൾ മിസ് അധികം വലിച്ചു നേടുന്നില്ല, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകും. നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്കുള്ളത് എന്താണ്, തിയറീസ് ഓഫ് എവല്യൂഷൻ ആണ്. ഫസ്റ്റ് വൺ ലാമാർക്കിസം അല്ലെ. ലാമാർക്കിസം എന്ന് പറയുന്നത് ആര് കൊണ്ടുവന്നാണ്? ജീൻ ബാപ്റ്റിസ്റ്റ് ലാൻഡ്മാർക്ക് ആണ് ഇത് പ്രപ്പോസ് ചെയ്തത്. ദിസ് തിയറി സജസ്റ്റ് ദാറ്റ് ഓർഗാനിസം അക്വയർ ക്യാരക്ടറിസ്റ്റിക്സ് ഡ്യൂറിംഗ് ദ ലൈഫ് ടൈം ഡ്യൂ ടു എൻവയോൺമെന്റ് ചേഞ്ചസ്. അവർക്ക് കിട്ടുന്ന ആ ഒരു അക്വേർഡ് ക്യാരക്ടേഴ്സ് എന്തുമായിട്ടാണ് അവർക്ക് കിട്ടുന്നത്? എൻവയോൺമെന്റ് ചേഞ്ചസിൽ നിന്നാണ് കിട്ടുന്നത്. ആൻഡ് പാസ് ദം ടു ഓഫ്സ്പ്രിംഗ്. അത് ആർക്ക് പാസ് ചെയ്യുന്നു? ഓഫ്സ്പ്രിംഗിലേക്ക് പാസ് ചെയ്ത് കൊടുക്കുന്നു. എക്സാമ്പിൾ എന്താണ് ലാമാർക്കിസത്തിന്റെ? ജിറാഫ് ഈസ് സ്ട്രെച്ചിങ് ദെയർ നെക്ക് ടു റീച്ച് ഹയർ ലീവ്സ്. അതായത് ഫസ്റ്റ് ജിറാഫ് താഴത്തെ പുല്ല് തിന്നപ്പോൾ അവർക്ക് നിന്ന് പോയപ്പോൾ അവിടുത്തെ ഭക്ഷണം കഴിഞ്ഞു. പിന്നെ അവരെന്തായത് കുറച്ചൊന്ന് കഴുത്ത് നീട്ടി അല്ലെ. കഴുത്ത് നീട്ടിയപ്പോൾ ഇത്തിരി ഹൈറ്റുള്ള ആ ഒരു ചെടിയിൽ നിന്നും ഇല വയ്ക്കാൻ തുടങ്ങി. അപ്പൊ അത് നിന്നപ്പോൾ സ്ട്രെച്ച് ചെയ്ത് നീട്ടിയാണ് പിന്നീട് എന്താ പറയാ, ജിറാഫിന് അത്രയും വലിയ കഴുത്ത് വന്നതെന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഡാർവിനിസം എന്താണെന്ന് അറിയാൻ പറയുന്നത്? ഡാർവിനിസം എന്ന് പറയുന്നത് പ്രപ്പോസ്ഡ് ബൈ ചാൾസ് ഡാർവിൻ എന്ന് പറഞ്ഞ ആളാണ് ഇത് കൊണ്ടുവന്നത്. ദിസ് തിയറി സ്റ്റേറ്റ്സ് ദാറ്റ് ഓർഗാനിസം വിത്ത് ഫേവറബിൾ വേരിയേഷൻ സർവൈവ് ആൻഡ് റീപ്രൊഡ്യൂസ്. അപ്പോൾ ഈ ഒരു തിയറി എന്താ പറയുന്നത്? ഓർഗാനിസം വിത്ത് ഫേവറബിൾ വേരിയേഷൻ, ഫേവറബിൾ ആയിട്ടുള്ള വേരിയേഷൻ ഉള്ള ഓർഗാനിസം ആണ് സർവൈവ് ചെയ്യുന്നതും റീപ്രൊഡ്യൂസ് ചെയ്യുന്നതും. പാസിങ് ദീസ് സ്റ്റേറ്റ്സ് ടു ഓഫ്സ്പ്രിംഗ്. സ്റ്റേറ്റുകൾ ഓഫ്സ്പ്രിംഗിലേക്ക് പാസ് ചെയ്യുന്നു. ലീഡിങ് ടു ന്യൂ സ്പെഷീസ് ഓവർ ടൈം. അതെന്തിന് ലീഡ് ചെയ്യുന്നു? പുതിയൊരു സ്പെഷീസിനെ ലീഡ് ചെയ്യുന്നു. കീ കൺസെപ്റ്റ്സ് ഇൻക്ലൂഡ് എന്തൊക്കെയാണ്? ഓവർ പ്രൊഡക്ഷൻ, വേരിയേഷൻ, സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ആൻഡ് നാച്ചുറൽ സെലക്ഷൻ. ഒക്കെ ഇതിന്റെ എന്താണ്? കീ കൺസെപ്റ്റ്സ് ആണ്. അടുത്തതാണ് നമുക്ക് ഹ്യൂമൻ എവല്യൂഷൻ നമുക്ക് പഠിക്കാനുള്ളത് അല്ലേ. ഹ്യൂമൻ എവല്യൂഷണറി ട്രീ നമുക്കുണ്ട്. ആ ട്രീയിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നു? ഇൻക്ലൂഡ്സ് ഓർഗാനിസം ലൈക്ക് സഹേലൻത്രോപ്പസ്, ചാഡൻസിസ്, ഓസ്ട്രാലോപിത്തേക്കസ്, ഹോമോ ഹാബിലിസ്, ഹോമോ ഇറക്ടസ്, ഹോമോ നീൻഡർതാലൻസിസ് ആൻഡ് ഹോമോ സാപ്പിയൻസ്. ഓക്കെ, പേരുള്ള കുറച്ച് കഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതിന്റെ കീ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് നോക്കാവേ. കീ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ബൈപെഡലിസം, ബ്രെയിൻ സൈസ് ഇൻക്രീസ് ചെയ്യുന്നു, ടൂൾ മേക്കിംഗ് എബിലിറ്റീസ് ആൻഡ് കൾച്ചറൽ ഡെവലപ്മെന്റ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ആ കാലഘട്ടത്തിലുള്ള ആൾക്കാരും എന്ത് ചെയ്യുന്നുണ്ട്? അവർ ചിന്തിക്കാൻ വേണ്ടി തുടങ്ങിയില്ലേ. അപ്പോൾ അത്രയ്ക്ക്, അതായത് പണ്ട് തൊട്ടേ അവരുടെ ആ ഒരു മെമ്മറി അല്ലേ. അപ്പോൾ ആ ബ്രെയിൻ സൈസ് കൂടുകയാണ് ചെയ്യുന്നത്. കാലം കൂടുന്നതോറും അവരുടെ ബ്രെയിൻ സൈസ് എന്ത് ചെയ്യുന്നു? വളർന്നു. ഇനി എവിഡൻസ് സപ്പോർട്ടിംഗ് എവല്യൂഷൻ എന്തൊക്കെയാണ്? കമ്പാരറ്റീവ് സ്റ്റഡി ഓഫ് ബയോമോളിക്യൂൾസ് അല്ലേ. എന്തൊക്കെയാണ്? DNA സീക്വൻസ് ആൻഡ് അമിനോ ആസിഡ് സീക്വൻസ് ഇൻ ദ പ്രോട്ടീൻ ഷോ എവല്യൂഷണറി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓർഗാനിസംസ്. DNA സീക്വൻസും അമിനോ ആസിഡിന്റെ സീക്വൻസും എന്ത് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്? ഓർഗാനിസത്തിന്റെ എവല്യൂഷണറി റിലേഷൻഷിപ്പ് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. പിന്നെന്താ? ഫോസിൽസ് ആണ് അല്ലെ. പ്രൊവൈഡ് വൈറ്റൽ ഇൻഫോർമേഷൻ അബൌട്ട് ഹിസ്റ്ററി ഓഫ് എവല്യൂഷൻ. നമുക്കൊരു കാര്യം ജീവിച്ചിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയത് എങ്ങനെയാണ്? അതിന്റെ അസ്ഥി, ആ ഒരു എല്ലിന്റെ എവിഡൻസോട് കൂടിയാണ് നമുക്ക് മനസ്സിലാക്കിയത്. അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിരുന്നു? ഇല്ല. നമ്മൾ ഡൈനോസർ ഉണ്ടായിരുന്നു, നമ്മൾ അങ്ങനെ മനസ്സിലാക്കി. അതിന്റെ സ്കെലറ്റൻ കണ്ടിട്ടല്ലേ. അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഇനി അടുത്തതാണ് നെർവസ് സിസ്റ്റം ഇൻ എവല്യൂഷൻ. എന്താണ് അപ്പോൾ ഇതിൽ പറയുന്നത്? ഡെവലപ്മെന്റ് ഓഫ് നെർവസ് സിസ്റ്റം. നെർവസ് സിസ്റ്റം ഡെവലപ്പ് ആവുന്നു ഫ്രം സിമ്പിൾ ന്യൂട്രൽ നെറ്റ്വർക്ക് ടു കോംപ്ലക്സ് സിസ്റ്റംസ്. സിമ്പിൾ ആയിട്ടുള്ള ന്യൂട്രൽ നെറ്റ്വർക്ക്സിൽ നിന്നും എന്തിലേക്ക് മാറി? കോംപ്ലക്സ് ആയിട്ടുള്ള സിസ്റ്റത്തിലേക്ക് മാറി. ദി ന്യൂറോൺ സിസ്റ്റം പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ കൺട്രോളിംഗ് ആൻഡ് കോർഡിനേറ്റിംഗ് വൈറ്റൽ ഫങ്ഷൻസ്. അപ്പോൾ നമ്മുടെ നെർവസ് സിസ്റ്റം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ്? കൺട്രോളിംഗ് ആൻഡ് കോർഡിനേറ്റിംഗ് വൈറ്റൽ ഫങ്ഷൻസ്. കൺട്രോൾ ചെയ്യുന്നു, കോർഡിനേറ്റ് ചെയ്യുന്നു എന്ത്? നമ്മുടെ വൈറ്റൽ ഫങ്ഷൻസ്. ഓക്കെ, ഇനി അടുത്തതാണ് സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ. ഇവരുടേതായിട്ടുള്ള സ്ട്രക്ചറും ഫംഗ്ഷൻ നമുക്ക് പഠിക്കാനുണ്ട്. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൻ്റെ ഉണ്ട്, ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡിൻ്റെ ഉണ്ട്, പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൻ്റെ ഉണ്ട്, സെൻട്രൽ റിസെപ്റ്റേഴ്സിൻ്റെ ഉണ്ട്. അതൊക്കെ എന്ത് ചെയ്യാൻ നല്ലപോലെ പഠിക്കാം. ഇനി അടുത്താണ് കീ കൺസെപ്റ്റ്സ്. കീ കൺസെപ്റ്റ്സിൽ ഫസ്റ്റ് നാച്ചുറൽ സെലക്ഷൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഫേവറബിൾ വേരിയേഷൻ പാസ്ഡ് ഓൺ ടു ദ നെക്സ്റ്റ് ജനറേഷൻ ലീഡിംഗ് ടു ദ ക്രിയേഷൻ ഓഫ് ന്യൂ സ്പീഷീസ്. ഇതിലെന്താണ്? ഫേവറബിൾ ആയിട്ടുള്ള വേരിയേഷൻ നെക്സ്റ്റ് ജനറേഷനിലേക്ക് പാസ് ചെയ്തു. അതെന്തിന് ലീഡ് ചെയ്യുന്നു? ക്രിയേഷൻ ഓഫ് ന്യൂ സ്പീഷീസ്. പുതിയ എന്താ പറയുക, സ്പെഷീസിന്റെ ക്രിയേഷനെ അതെന്ത് ചെയ്തു? ലീഡ് ചെയ്തു. അടുത്തതാണ് വേരിയേഷൻ അഡാപ്റ്റേഷൻ. ഇതിലെന്താ പറയുന്നത്? ഓർഗാനിസം അഡാപ്റ്റ് ടു ദി എൻവയോൺമെന്റ് ത്രൂ ജനറ്റിക് ചേഞ്ചസ്, ജനറ്റിക് റീകോമ്പിനേഷൻ ആൻഡ് ജീൻ ഫ്ലോ. അപ്പോൾ എന്താണ്? ഓർഗാനിസം അഡാപ്റ്റ് ടു ദി എൻവയോൺമെന്റ് ത്രൂ ജനറ്റിക് ചേഞ്ചസ്. ഓർഗാനിസം ജനറ്റിക് ചേഞ്ചസും അതേപോലെ ജനറ്റിക് റീകോമ്പിനേഷനും ജീൻ ഫ്ലോയും എല്ലാം തന്നെ അവർക്ക് എന്താ പറയുക? അടുത്താണ് സ്പീസിയേഷൻ. എന്താണ്? ഫോർമേഷൻ ഓഫ് ന്യൂ സ്പെഷീസ്
ത്രൂ അക്യുമുലേഷൻ ഓഫ് വേരിയേഷൻ റീപ്രൊഡക്റ്റീവ് ഐസൊലേഷൻ. അക്യുമുലേഷൻ ഓഫ് വേരിയേഷൻ അഥവാ റീപ്രൊഡക്റ്റീവ് ഇൻസുലേഷൻ വഴി പുതിയ സ്പെഷീസ് ഫോം ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് എന്ത് സ്പീസിയേഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ചാപ്റ്ററിൽ നിന്ന് മാത്രമല്ല ഏത് ടോപ്പിക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിലും ഏത് സബ്ജക്റ്റോ ആയിക്കോട്ടെ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞു ഉറപ്പായും ചെയ്യാം കേട്ടോ.